ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ റംസാനായിട്ട് ആകെ സാറ്റർഡേ സൺഡേ മാത്രം ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ചെറിയ സംഭവം തന്നെ, എന്നാലും ഞാൻ ഉണ്ടാക്കല്ലേ, വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണ്. അപ്പം നമുക്ക് ഇന്നത്തെ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയിലേക്ക് നോക്കാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ റെസിപ്പി. ഞാൻ ആദ്യം തന്നെ ഇവിടെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ്, പിന്നെ അതിൻ്റെ ഒപ്പം ഉള്ളി, പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ ബെൽ പെപ്പർ, റെഡ് ബെൽ പെപ്പർ, ക്യാപ്സിക്കം, കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ ഇവിടെ മുട്ട, ഇതിൽ ഉപ്പും കുരുമുളക് പൊടിയും മിക്സ് ആക്കിയിട്ട് വെച്ചതാണ്, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും, പിന്നെ ചിക്കൻ. അപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പി നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടെടുക്കാം. പിന്നെ ചിക്കൻ ഞാൻ കുറച്ച് കുരുമുളകും ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് ചിക്കന്. അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്തെടുത്ത് പിന്നെ നമ്മളുടെ വെജീസൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് പൊട്ടാറ്റോനെ മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പൊട്ടാറ്റോനെ കൈയ്യിട്ട് തന്നെ മാഷ് ചെയ്യുന്നുണ്ട്. വേഗം വേഗം പണി തിരിക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ. അപ്പോൾ നമുക്ക് പൊട്ടാറ്റോനെ ആദ്യം മാഷ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ പൊട്ടാറ്റോ മാഷ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള വെജീസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓണിയൻ, ക്യാരറ്റ്, ചില്ലി, ക്യാപ്സിക്കം, പെപ്പേഴ്സ്, കൊറിയാണ്ടർ ലീവ്സ്. ഇനി ഇതിനെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമുക്ക് ഇതും മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനൊക്കെ നല്ല രീതിയിലൊന്ന് ചേർത്തെടുക്കാം. നമുക്ക് അടുത്തതായിട്ട് ഇതിക്ക് നമ്മൾ കുറച്ച് മസാല ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് കൊറിയാണ്ടർ പൗഡർ, പിന്നെ കുറച്ച് ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ചിക്കൻ മസാല, കുറച്ച് കുരുമുളക് പൊടി. ഇനി ടേസ്റ്റ് അനുസരിച്ച് സോൾട്ട് കുറച്ച് തന്നെ ഇടാം നമുക്ക്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങിലും ഇട്ടിട്ടുണ്ട് സോൾട്ട്, ചിക്കനിലും ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് വെജിറ്റബിൾസിന് മാത്രമുള്ള സോൾട്ട് ഇട്ടിട്ട് നമുക്കിതിനെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മിക്സ് ചെയ്യുന്നേക്കാളും മുന്നേ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി അടുത്തതായി നമുക്ക് കട്ട്ലറ്റിനൊക്കെ ഒരു ഷേപ്പ് കൊടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പ് കണ്ട് കൊടുക്കാം. എല്ലാവരും റൗണ്ട് അല്ലേ കൊടുക്കാം. അപ്പൊ നമുക്കൊന്ന് വ്യത്യാസമാക്കിയാലോ. അപ്പൊ ഞാനൊരു ബോക്സ് ടൈപ്പ്, സ്ക്വയർ അല്ല, കുറച്ച് നീണ്ടിട്ട് ഞാനൊരു ഷേപ്പ് കൊടുത്തിന്. എന്നിട്ട് നമുക്കിതിനെ ആദ്യം തന്നെ മുട്ടയിൽ മിക്സ് ആക്കാം. ഇതേപോലെ എല്ലാനും നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാം എടുത്തിട്ട് ഇടാം. അപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ള കട്ട്ലേറ്റൊക്കെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്
പാനിലേക്ക് ഇട്ടുകൊടുക്കണം. കട്ട്ലേറ്റ് അങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ കട്ട്ലേറ്റ് റെഡി ആവുന്നതാണ്. അങ്ങനെ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞ് അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത സൈഡും കൂടെ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കൊക്കെ എടുക്കാം. അങ്ങനെ കട്ട്ലേറ്റ് ഏകദേശം ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോൾ നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നമ്മളുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. റെഡിയായ കട്ട്ലേറ്റിനെ നമുക്ക് ഓരോന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എപ്പോഴും ഉണ്ടാക്കാൻ പാടില്ല, കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ കട്ട്ലേറ്റ് റെസിപ്പി. എന്തായാലും എല്ലാവരും ഉണ്ടാക്കുന്ന സാധനമാണ്, എന്നാലും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ വരുന്നവരെയും ബൈ ബൈ.